മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി സുനിൽ ദാസ് തട്ടിപ്പ് കേസിൽ തമിഴ്നാട്ടിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു സ്വാമി കേസ് തന്നെ വന്നിരിക്കുകയാണ്. സ്വാമി എന്ന പേരിലും ദൈവത്തിന്റെ പേരിലും പലപ്പോഴും തട്ടിപ്പ് നടത്തുന്ന പല സ്വാമിമാരുടെ പേരും ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ അടക്കം നിറഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും പുതിയ തട്ടിപ്പ് കേസിനിരയായിരിക്കുന്നത് സുനിൽ ദാസ് ആണ്. വ്യാജരേഖ കാണിച്ച് 3 കോടി രൂപ തട്ടിയെടുക്കുന്ന പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. തമിഴ് മാധ്യമങ്ങളാണ് ഇത് ആദ്യം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തെത്തിച്ചത്. മധുരയിലെ ഒളിവിടത്തിൽ നിന്നാണ് സുനിൽ ദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഒളിവിൽ പോയിരുന്ന സുനിൽ ദാസിനെ കോയമ്പത്തൂർ പോലീസിന്റെ ബുദ്ധിയിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോയമ്പത്തൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ കമലേഷൻ നൽകിയ പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത്. റിസർവ് ബാങ്കിൽ നിന്ന് 3000 കോടി രൂപ വിട്ടുകിട്ടണമെന്ന് വ്യാജരേഖ കാണിച്ച് വിശ്വസിപ്പിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടന്നതെന്നും പറയുന്നുണ്ട്. പണം തിരിച്ചു കിട്ടാതെ വന്നതോടെയാണ് കമലേശ്വരൻ പോലീസിനെ സമീപിച്ചതെന്നും പറയുന്നു. കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാക്കിയ സുനിൽ ദാസിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് മുതലമട സ്നേഹം ട്രസ്റ്റ് ചെയർമാനായ സുനിൽ ദാസിനെ സുനിൽ സ്വാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുതലമടയിൽ സ്നേഹം ട്രസ്റ്റിന് റിസർവ് ബാങ്ക് 3.5 കോടി രൂപ വീണ്ടും മുതൽമടയിലെ സ്നേഹം ട്രസ്റ്റിന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ടെന്ന് കാണിച്ച വ്യാജമായ കത്ത് നിർമ്മിച്ചായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയതെന്ന് പറയുന്നു.